ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് അല്ലുവിടെ ബർത്ത്ഡേ ആണ്, ജാനുവരി 23. ഇക്കാക്ക് ഇപ്പോൾ 15 ഇയേഴ്സ് തികഞ്ഞു. അപ്പോൾ ഇക്കാക്ക് കുറച്ച് ഞങ്ങൾ സർപ്രൈസ് കൊടുക്കുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് സ്കൂളിൽ പോയിക്കാണ്. ഞങ്ങൾ സ്കൂളിൽ റെഡി ആയി. അവന് കുറച്ച് നേരത്തെ സ്കൂളുണ്ട്, അപ്പോൾ അവൻ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കാണ്. റെഡി ആയില്ല, അവൻ പോയി. ഇനി ഞങ്ങൾ പോകണം, ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുണ്ട്. അപ്പോൾ അതിന് മുമ്പ് വേഗം ഒന്ന് വീഡിയോ എടുത്താണ്. ഞങ്ങളുടെ ഡ്രസ്സ് യൂണിഫോം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പോയിട്ട് വൈകിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ സ്കൂളൊക്കെ വിട്ട് വന്നു. പിള്ളേർ ദിവസം നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. നല്ല വെയിലുണ്ട് ഇവിടെ. ഞങ്ങൾ ഇവിടെ ഫ്രിഡ്ജിന് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ഞങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങൾ ഞങ്ങൾ അടുത്തുള്ള വീടുമാറ്റിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. പാപ്പിൻ്റെ അവിടെ ഞാൻ പാപ്പ നോക്കൂ, ഹായ് കാണിക്കൂ. പൈസ അതൊക്കെ അവിടെ കൊടുത്തു. ഇനി ഞങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇനി ഞങ്ങൾക്കൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തു. ഞങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിച്ചു, പക്ഷേ ഒരിക്കലും നക്ഷത്രനെ വിളിച്ചു. പക്ഷേ നക്ഷത്രയ്ക്ക് വരാൻ പറ്റിയില്ല. കുറച്ച് സാഹചര്യം കൊണ്ട് അവളുടെ അനിയൻ ചിക്കൻ ബോക്സ് പിടിച്ചിരിക്കുന്ന കാരണം അവൾക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അമ്മ പറഞ്ഞു സർപ്രൈസ് ഞാൻ വിചാരിച്ചായിരുന്നു, അവളായി. അപ്പോൾ നിങ്ങളുടെ രണ്ട് ഫ്രണ്ട്സ് വിളിച്ചോളാൻ പറഞ്ഞപ്പം ഇവനെ വിളിച്ചു, ആദർശിനെ വിളിച്ചപ്പം വിളിച്ചിട്ട് ഒന്നും കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ആൻഡ്രിയനെ വിളിച്ചു. അപ്പോൾ ആൻഡ്രിയ പറഞ്ഞു അവൾക്ക് അങ്ങനെ കൊണ്ടാക്കി തരാൻ ആരുമില്ല. അപ്പോൾ എൻ്റെ കൈ തോന്നുന്നു, ഞാനിപ്പോഴും ശ്രദ്ധിക്കണമായിരുന്നു. അവൾക്ക് അങ്ങനെ കൊണ്ടാക്കി തരാൻ ആരുമില്ല. അപ്പോൾ പറ്റുകയാണെങ്കിൽ നോക്കാം. പിന്നെ അവർക്ക് ആദ്യ കുർബാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കാണിൽ പള്ളിപ്പെരുന്നാൾ നടക്കുന്ന കാര്യം നമുക്ക് അവിടേക്കൊക്കെ പോകണം. അപ്പോൾ അവൾ ചിലപ്പോൾ ഈ വരുന്ന കുറച്ച് ടാസ്ക് കിട്ടും. പക്ഷേ ആവശ്യത്തിന് തിരിച്ചു വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ട് വരാൻ പറയും. അപ്പോൾ ഗൈസ്, ഞങ്ങൾക്ക് ഡെക്കറേഷനൊരു കാര്യം ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്കിനി ഞങ്ങളിപ്പോൾ ക്രിസ്റ്റലോ അല്ലെങ്കിൽ കണ്ടിട്ട് തന്നെ വാങ്ങിക്കാൻ പറയണം, അല്ലെങ്കിൽ പോയി അമ്മ വാങ്ങിക്കും. ഇത് എന്തെങ്കിലും ഒരെണ്ണം എനിക്ക് സംഭവിക്കാം. ഞങ്ങൾക്ക് വാങ്ങിക്കണമെന്നാണ് ആഗ്രഹം ക്രിസ്റ്റലിൽ പോയിട്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഈ ഫോൺ കൊണ്ടുപോകുന്ന കാര്യത്തിനാലും ഞങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് വീടെടുക്കാൻ പറ്റും. ഇനി നമ്മൾ നൈസായിട്ട് മൂന്നിച്ചു. അപ്പോൾ ഗൈസ്, അല്ലൂസിൻ്റെ സർപ്രൈസ് എന്താ വെച്ചാൽ അല്ലൂസിൻ്റെ കുറച്ച് വേണ്ടപ്പെട്ട കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ വിളിക്കണം എന്നാണ് ആഗ്രഹം. അവർ വിളിച്ചു. അപ്പോൾ അവർ 4 പേര് വരാമെന്ന് പറഞ്ഞു. ഒരു മഗ്‌രിബിന് മുമ്പായിട്ട് വരാമെന്ന് പറഞ്ഞു. മീൻസ് ഒരു 6:30 സമയം വരാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഫ്രണ്ട്സ് ആ സമയം ആകുമ്പോഴത്തേനും വരുമെന്നൊക്കെ പറഞ്ഞത്. ഇനി ചിലപ്പോൾ അത് മുടങ്ങുമെന്ന് അറിയില്ല. ഇവിടെ ഞങ്ങൾ നീതുമ്മയുടെ വീട്ടിലുള്ള റെഡ് കളർ ഇല്ല. അപ്പോൾ ഞങ്ങൾ നേരെ ചീമമ്മയുടെ വീട്ടിലേക്ക് വന്നു. ഇത് കൈ ഓറഞ്ച് കളർ. പിന്നെ ഗൈസ്, ഞങ്ങൾ എന്താ പറയുക, ഞാനും മീയും ഞങ്ങളെന്താ അല്ലൂസ് അറിയാതിരിക്കാൻ വേണ്ടി കുറേ നേരം ഞങ്ങൾ എന്നിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് എങ്ങനത്തെ സർപ്രൈസ് ഒരു ഫംഗ്ഷൻ്റെ പിറ്റേന്നാണ്. സത്യം പറയാൻ അത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഞങ്ങളുടെ ക്യാരക്ടറാണ്. കാരണം എന്താ വെച്ചാൽ ഇക്കാക്കയുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ പിറ്റേ ദിവസമാണ്, തലേ ദിവസമാണ് ഞങ്ങൾക്ക് അവൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കണം എന്നുള്ള ബോധം വന്നത്. അതായത് ഇന്നലെ. പിന്നെ ഇന്നലെ പോയിട്ട് ഞങ്ങൾ രാത്രി അവനക്ക് നെബുലൈസിന്റെ സമയത്ത് ആദ്യം കിടന്നുറങ്ങുന്ന സമയത്ത് ഞങ്ങൾ നേരെ മെയിൻസ് പോയിന്റിൽ പോയിട്ട് അങ്കിള് ഷർട്ട് വാങ്ങി. അതിന് ഷർട്ടല്ല, ഒരു ഹുഡി പോലൊരു സാധനം വാങ്ങിയിട്ട് ബ്രൗൺ കളർ അഡിഡാസിൻ്റെ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് നമുക്ക് കൊടുക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ അവൻ നെബുലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ചെറുതായിട്ട് അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നെബുലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ടെൻഷനൊക്കെ കയറി ഡിക്കിലൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. ഇന്ന് രാവിലെ അവർ സ്കൂളിൽ പോയതിനു ശേഷമാണ്, അതായത് 8 മണി 8:30 കാറില്ല. അപ്പോൾ പപ്പ എന്തായാലും കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം വരുള്ളൂ. 6 മണി സമയത്ത് വരുള്ളൂ. അപ്പോൾ 8 മണിക്ക് തന്നെ ഞാൻ ഫുഡ് എടുത്തിട്ട് തിരിച്ച് മുകളിലേക്കൊക്കെ കൊണ്ടുവച്ച് പപ്പ റാപ്പ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പം ചെയ്തിട്ടില്ല. പക്ഷേ ചിലപ്പോൾ ചെയ്തിട്ടില്ല. പപ്പ പിന്നെ ബലൂണൊക്കെ വാങ്ങിച്ചത് 15 ഇയേഴ്സ് നോക്കി. പക്ഷെ അതൊന്നും പറ്റില്ല, തിരക്കായിരുന്നു. പപ്പ രാവിലെ തന്നെ പോയെന്നാണ് പറയണത് ഞങ്ങൾ പോയതിന് ശേഷം. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞങ്ങൾ പോയി വാങ്ങിക്കാം, അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ കക്കാനെ താല്പര്യമില്ല. ചിലപ്പോൾ സാഹചര്യങ്ങൾ ഒക്കൂല. 2 സർപ്രൈസ്, ഒന്ന് ഫ്രണ്ട്സ്, ഒന്ന് ഡ്രസ്സ്. അപ്പോൾ കഴിച്ച് എനിക്ക് ഗാർഡനിൽ കുറച്ച് പേര് ഈ കക്കായുടെ ഫ്രണ്ട്സ് വരുന്നതിന് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക, ഒരു മാസത്തിലൊക്കെ ചെയ്യാറുണ്ട് ഇങ്ങനെ ഉണങ്ങിയ ഇലകളൊക്കെ ഇങ്ങനെ ചീമ്പി കളയും. ബിക്കോസ് ഗാർഡൻ ഒന്ന് ലുക്കാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഒന്നുമില്ല, ഞാൻ കാണിച്ചു തരാം എവിടെ മുതലേക്ക് ഉണങ്ങണേന്ന്. ഇവിടെ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ഉണക്കലൊക്കെ ഉണ്ട്. ഇവിടെ മുതൽ ഫുൾ ഉണങ്ങിയതാണ്.
ഇത് പഞ്ചായത്തിലെ ആൾക്കാർ തന്നെയാണ് ഗൈസ്. ഇതൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഇനി കട്ട് ചെയ്ത് കളയണം. മിയ ഈ നല്ല റൂം വൃത്തിയാക്കും. മിയ നല്ല റൂം വൃത്തിയാക്കും. ഞാൻ എൻ്റെ ഈ നല്ല റൂം വൃത്തിയാക്കും. ഇവ ബെഡൊന്നും വൃത്തിയാക്കണ്ട. ഇതാണ് പ്രശ്നത്തിൻ്റെ പ്രശ്നം. ബർത്ത്ഡേ ബോയ് ഗൈസ്. ഹിയർ ഇസ് വാപ്പി ചോർക്കുന്നു. ഇവിടെ അലൂസ് ജിംനാസ്റ്റിക്. ബർത്ത്ഡേ ബോയ്. നിനക്ക് 15 years ആണ് അലൂസ്. എന്താ പറയാനില്ല നിനക്ക്? എന്താ പറയാനില്ല? എന്നെ ഓടിച്ചിട്ടാ വേഗം പോകണം ആളാണ് ഞാൻ. അതായത് നമുക്ക് വേഗം പോവാം. ഫസ്റ്റ് എൻ്റെ മിയാടെ ഈ ഡ്യൂട്ടി സൈഡിൽ നമുക്ക് ഗാർഡനിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ വേറെ കോസ്റ്റ്യൂമിലാണ്. കാരണം ഇത്തിരി അതായത് ഒരു 8 മണി അതോ 7 മണിയോ 7:30 സമയമാകുമ്പോഴത്തേനൊക്കെ കേക്ക് കട്ടിങ് ഉണ്ടാവും. കാരണം ഞങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ടൈം അറിയില്ല. ആൾക്കാരൊക്കെ ഇനി വരണം. വന്നാലൊക്കെ ഫുൾ ആൾക്കാരിനെ വന്നാലൊക്കെയാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യത്തുള്ളൂ. അതിന് വൈകിയാൽ ചിലപ്പോൾ നമ്മൾ അതിന് മുന്നേ കട്ട് ചെയ്യും. ആൾക്കാർ വന്നിട്ട് കുറച്ച് മുമ്പ് വൈകിയാൽ നമ്മൾ അതിന് കട്ട് ചെയ്യും. ഞാൻ ഈ പയ്യ ശബ്ദത്തിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇക്കാക്ക ഇവിടെയുണ്ട്. അത് കാരണമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവരുടെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ വരും. ആ സമയം ഇനി കേൾക്കാൻ പറ്റുള്ള കാര്യം. അത് കാരണം ഞങ്ങളിപ്പോൾ തന്നെ പെട്ടെന്ന് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങളും മേക്കപ്പൊക്കെ ഇട്ടു. ലൈക്ക് ജസ്റ്റ് ഇട്ടുള്ളൂ. പൗഡർ, ഐലൈനർ, ലിപ്സ്റ്റിക്ക്, പിന്നെ ഒരു ചെറിയ കുത്തിത്തുള്ളൂ. ഗൈസ് അതിൻ്റെ ഫ്രണ്ട്സ് വെള്ളത്തിൽ എത്തിയിട്ടുള്ളൂ. ഇപ്പോഴത്തെ ഓട്ടോയുടെ ശബ്ദം. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ബീഫ് ബിരിയാണി. ഗൈസ് നൈസിലൊന്ന് മൂജിയിട്ടുണ്ട്. അവൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ചോദിച്ചു നിൻ്റെ കസിൻസ് എപ്പോഴാണ് വരണേന്ന്. അതൊക്കെ നല്ല ഡൗട്ട് അടിച്ചിട്ടുണ്ട്. അവൻ ഇപ്പോൾ കുറേ നേരം ഞാൻ ചോദിക്കുന്നു. ചിലപ്പോൾ അല്ല പറയുന്നു. ചിലപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് സർപ്രൈസ് തരാൻ വേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു അവൻ്റെ ഫ്രണ്ട്സിന്. നിങ്ങൾ കാതോസിലേക്ക് വാ. അപ്പോൾ ഞാൻ ബാക്കിൻ്റെ ഡോർ ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുറന്നിട്ട് അങ്ങോട്ട് വന്ന് നിങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനെ വരാമെന്ന്. അപ്പോൾ ആരെങ്കിലും പറഞ്ഞു ആ പഴയ ഡ്രസ്സിലാണ് കഴിക്കാനൊക്കെ സ്നോ സ്പ്രേ അടിക്കാനൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അവർ എക്സൈറ്റഡാണ്. ഞങ്ങൾ എക്സൈറ്റഡാണ്. പക്ഷെ അല്ലൂസാണെങ്കിൽ ഫ്രണ്ടിന്ന് മാറുണ്ടായിട്ട് പട്ടി ഫ്രണ്ടിൽ മാറണം കൂട്ടിണ്ടാവും. ഞാൻ ഇവിടുത്തെ പഠിക്കാൻ പോയിക്കാൻ ഞാൻ പയ്യെ പറയാൻ വെച്ചാൽ ഇവിടെ ഫ്രണ്ട് ഉണ്ട്. ഇവിടുന്ന് എന്ത് പറഞ്ഞത് അവിടേക്ക് കേൾക്കും. ഇവിടുന്ന് എന്തിനത് അവിടേക്ക് കേൾക്കും. അതിൻ്റെ പേടിയിലാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചു. പിക്കാക്കാണ് എനിക്ക് ഫോൺ. അപ്പോൾ ഇക്കാക്ക് ഫോൺ കൊടുക്കണമല്ലോ. ഞാൻ ഫ്രണ്ടിനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫോൺ കൊടുക്കണം. ഞാനിപ്പോൾ നീ ഇവിടെ നിൽക്കണ്ട. കുറേ നേരം നിൽക്കണപ്പോൾ എനിക്ക് ഡൗട്ടോട് ചെയ്യും. അപ്പോൾ ഞാൻ ആദിലക്ഷ്മിയുടെ ഫോണിൽ ഇങ്ങനെ വിളിച്ചിട്ട് സ്ക്രീൻഷോട്ട് ചെയ്തു. ഇനിയിപ്പോൾ അവൾ വിളിക്കുമ്പോൾ അഭിനയിക്കില്ല. അപ്പോൾ എനിക്ക് ഫോൺ കൊടുക്കണ്ട. എൻ്റെ കാല് മാത്രം കാണിക്കാൻ കാരണം ഇക്കാക്കൊരു ഡൗട്ട് അടിക്കും. ഞങ്ങൾ ഫോണെങ്ങാനും അവൻ്റെ മേത്തേക്ക് തിരിച്ചാൽ. അതാണ് കേട്ടോ ഞങ്ങൾ നേരെയായിട്ട് ഫോൺ പിടിക്കാത്ത. രണ്ട് സൈസ് കിട്ടിയാ വാടാ കേറി വാ. അവർ വന്നു. ഇപ്പോൾ അവർ റൂമിൽ അടച്ചിട്ടിട്ട് സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ച് കുറേ നേരം ഇരുന്നു. പിന്നെ അവരുടെ എൻ്റെ ഒരു ഫ്രണ്ടിനായിട്ട് പുതിയായിരുന്നു. പാവമുണ്ട്. അതിൻ്റെ മുഖം ഫുള്ള് സ്റ്റോല് ഇതായിരുന്നു. കുളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബാത്റൂമിലോട്ട് പൂട്ടി കുറേ ഉണ്ടായിരുന്നു. ഞങ്ങൾ കയറിയിട്ടില്ല. അവരുടെ വീട്ടിൽ നമ്മൾ വിട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുടു ശ്രീ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എത്തും. കാരണം അവരുടെ വീട് അവിടെ കാഞ്ഞൂരാണ്. ഞങ്ങൾക്കറിയാം. ഇപ്പം എത്തവർ. ഈ കുടും ശ്രീ എന്ന് പറയണത് എൻ്റെ ഇക്കാക്കയുടെ അനദർ 2 ഫ്രണ്ട്സാണ്.
അപ്പോൾ ഞങ്ങൾ ഇക്കാക്കാക്ക് സർപ്രൈസ് ആയിട്ടായിരുന്നു അവരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അല്ലുവിൻ്റെ ആ ഫ്രണ്ട്സ് വരുന്നത് അവനക്ക് ചെറിയൊരു സൂചന ഉണ്ടെങ്കിലും കുടും ശ്രീയും വരുന്ന അവനക്ക് തീരെ ഉറപ്പുണ്ടായില്ലായിരുന്നു. പക്ഷേ ഇവർ വന്നപ്പോൾ അവൻ്റെ റിയാക്ഷൻ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്, അതും നിങ്ങൾ കണ്ടോ. കുടുവിനെ കണ്ടപ്പോൾ ഇക്കാക്ക വീണ്ടും ഹാപ്പിയായി. ശ്രീയനെ കണ്ടപ്പോൾ ഞങ്ങൾക്കും ഹാപ്പിയായി, കാരണം ഞങ്ങളുടെ ഫ്രണ്ട്സ് ആരും വരണില്ല. അപ്പം അവളെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം, ഞങ്ങൾക്കൊരു കൂട്ടിൻ്റെ ആളുണ്ട് പുറത്ത്. കുടുണ്ട് ശ്രീയുണ്ട്. ഗൈസ് ഞങ്ങളിപ്പോൾ കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ജാസ്മിൻ്റെ അടുത്തേക്ക്. ഇപ്പം വാപ്പ എല്ലാവരും വന്നു കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നേരെ പോയി കേക്ക് വാങ്ങിക്കാമെന്ന്. അപ്പോൾ ഞാനുണ്ട്, മീനുണ്ട്, ലൂട്ടിയുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇക്കാക്കയുടെ കേക്ക്. അല്ലു ചിയേഴ്സ് ടു 50 എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഗിഫ്റ്റ് കൊടുത്തു, കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോ മുകളിൽ കൊടുക്കാം. ഫുഡിന് അവന്മാർ വരുമ്പോൾ വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവർ വന്നിട്ട് റൂമിലാണ് കയറി വാതിലടിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഇവിടേക്ക് വരാനും പറ്റണില്ല, ഇവർ കയറ്റണമില്ല. കയറ്റണമൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങളായിട്ട് വരണം. പിന്നെ ഇക്കാക്കയാണെങ്കിൽ അവന്മാരെ കിട്ടിയതിന് ശേഷം ഞങ്ങൾ ഇടയ്ക്ക് വിളിക്കണമില്ല. അങ്ങനെ ഫുൾ സാഡായിരുന്നു. അപ്പോഴത്തേക്കിനും ശ്രീയും കൂടും വന്നു. പിന്നെ ശ്രീയനായിട്ടിരുന്ന് ഞങ്ങൾ കളി. പിന്നെ ഇവിടെ അധികം ആവശ്യം ഉണ്ടായിരുന്നു. ഇവർ ഇത്ര നേരം പോയിട്ടില്ല, ബാക്കി എല്ലാവരും പോയി. ഇക്കാരുടെ ഫ്രണ്ട്സ് ഇക്കാക്ക നീലപ്പാലത്തിൽ പോയി. അപ്പോൾ നീലപ്പാലം അപ്പോൾ അവിടുന്ന് അവർ വേഗം പോയി, എല്ലാ ഫ്രണ്ട്സും പോയി. പിന്നെ ശ്രീയും കുടുംബം പോയി കുറച്ച് നേരം മുമ്പ്. ഇപ്പോൾ ഇവർ മക്കളത്തിൽ ഞങ്ങൾ ഇവരായിട്ട് ഹൊറർ ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുഡൊക്കെ കഴിച്ചോ? ഞാനെല്ലാ കസിൻസ് പോയി, ഒന്നും എടുക്കാൻ പറ്റിയില്ല. റിയലി സോറി. ഈ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, 10% ഉണ്ടായിരുന്നു. പിന്നെ ഇത് കാക്ക അവൻ്റെ ഫ്രണ്ട്സിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് അവരെന്താണ്ടൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്ത്. ചിക്കാക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു, അത് അവൻ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് അറിയാം, ഫസ്റ്റ് പറഞ്ഞായിരുന്നു എനിക്ക് സർപ്രൈസ് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, അതാണ് ഇതാണെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയപ്പം ഇവരിങ്ങനെ വന്നിട്ട് സ്നോ ഒക്കെ അടിച്ചപ്പോൾ എന്താ പറയുക, സർപ്രൈസ്ഡ് ആയെന്നല്ല, ഒച്ചപ്പാടം വേണ്ട. അവൻ പറഞ്ഞു എനിക്ക് തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇതായി. അപ്പോൾ എന്തായാലും ഗൈസ് ഞങ്ങൾ ഇനി ഡ്രസ്സൊക്കെ മാറ്റി വേറെ ഡ്രസ്സ് ഇട്ട് കുളിച്ചുള്ള. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.